എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ വ്യാഴാഴ്ച 18/7/2024 നടത്തിയ ആംബുലൻസ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ കോഡ് 85/2024. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്നും പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി WC ബാനർജി. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം? സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഓപ്ഷൻ സി ധാക്ക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി, ലാലാ ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി 1ഉം 3ഉം. ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനം ഓപ്ഷൻ ഡി നവംബർ 26. തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യമേത്? ഇന്ത്യ, ബ്രിട്ടൻ, ഇസ്രായേൽ, അമേരിക്കൻ ഐക്യനാടുകൾ. എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഓപ്ഷൻ സി 1ഉം 4ഉം. ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി കെ കേളപ്പൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം? സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകർഷനായി INA-യിൽ ചേർന്ന മലയാളി? സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകർഷനായി INA-യിൽ ചേർന്ന മലയാളി ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായിട്ടുള്ള ഇന്ത്യയുടെ പദ്ധതി ഓപ്ഷൻ സി ഗഗൻയാൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം? 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഓപ്ഷൻ എ സ്പെയിൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ഓപ്ഷൻ ബി VP മേനോൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ കാർഷിക മേഖല. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര്?
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്? ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ എ അരുൺ കുമാർ മിശ്ര. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ ഡി കാരക്കോറം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി? കാവേരി നദിയുടെ പോഷക നദി? ഓപ്ഷൻ ബി കബനി. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം? ഓപ്ഷൻ ബി ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ ബി ആനമുടി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ഓപ്ഷൻ സി വിഴിഞ്ഞം. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ചാലക്കുടിപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? ഓപ്ഷൻ ബി പാമ്പാടും ചോല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ബി എം ബി രാജേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ സി ശാസ്താംകോട്ടക്കായൽ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? ഓപ്ഷൻ എ മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ സി ഇടുക്കി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് എന്ന പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം? ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം? ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി വിമാനത്താവളം. കേരളത്തിലാദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്? കേരളത്തിലാദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ മീനങ്ങാടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം? ഓപ്ഷൻ ഡി കേരളം. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്നൊക്കെ എതിരേച്ചത് ആര്? ജീവിതം ഒരു പെൻഡുലം എന്നൊക്കെ എതിരേച്ചത്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്നൊക്കെ എതിരേച്ചത് ശ്രീകുമാരൻ തമ്പി. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ഓപ്ഷൻ ഡി ജൂലൈ 14, 2023. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 ഓപ്ഷൻ എ കുടുംബശ്രീ. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം? യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം? ഓപ്ഷൻ ബി കോഴിക്കോട്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ സി ഗുജറാത്ത്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ, പ്രോജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ, വിക്ഷേപണ വാഹനം LV Mark 3, വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. ചന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 3, 4 ശരി. എസ് സോമനാഥായിരുന്നു വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു?
2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി. ഓപ്ഷൻ എ പിണറായി വിജയൻ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. ഓപ്ഷൻ എ എൻ്റെ വഴിത്തിരിവ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ. ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ എ ആഡം സ്മിത്ത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ കരൾ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി ക്വാഷിയോർക്കർ. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക്. ഓപ്ഷൻ ബി സൈലൻറ്റ് വാലി. കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് തന്നിരിക്കുന്നവയിൽ. ഓപ്ഷൻ സി ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ ഡി ആശാധാര. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി ചെറുധാന്യം. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ സി 5. pH 5 ആയിട്ടുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. അലുമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ക്രയോലൈറ്റ്, സിങ്ക് കലാമിൻ, കോപ്പർ കുപ്രൈറ്റ്. നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡി. ഓപ്ഷൻ ബി 2 തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരുമ്പ് ക്രയോലൈറ്റ് അലുമിനിയത്തിൻ്റെ ഒരു അയിരാണ്. ഇരുമ്പിൻ്റെ അയിരുകൾ മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ഹെമറ്റൈറ്റ് തുടങ്ങിയവയാണ് പ്രധാനമായും ഇരുമ്പിൻ്റെ അയിരുകൾ. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം ഏത്? വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം. ഓപ്ഷൻ ഡി യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ഹെൻറി മോസ്ലി, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3, 4. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്.
ഇന്ത്യയുടെ ആദ്യ സൗരനിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന്? ആദിത്യ L1 വിക്ഷേപിച്ചത് ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 2-ന്. 2021 സാഹിത്യ നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ സി നോർവേ. 2021 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ നോർവേക്കാരനാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഓപ്ഷൻ ഡി കരൾ. മലമ്പനിക്ക് കാരണമായ രോഗകാരി. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഓപ്ഷൻ സി CT സ്കാൻ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ഓപ്ഷൻ സി ജൂൺ 7. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം ഓപ്ഷൻ എ തൃശ്ശൂർ. പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്. ജീവിതശൈലി രോഗമല്ലാത്തത് ഓപ്ഷൻ സി തൊണ്ടമുള്ള. യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ. യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ ഓപ്ഷൻ എ സർക്കോമ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി ഓപ്ഷൻ സി നിരാമയ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 2008. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് ഓപ്ഷൻ ബി കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ എ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഓപ്ഷൻ സി സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. ലോക ജന്തുരോഗ ദിനം. ലോക ജന്തുരോഗ ദിനം ഓപ്ഷൻ എ ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഓപ്ഷൻ എ ശ്രീ മൻസുഖ് മാണ്ഡവ്യ. അടുത്ത മാത്സ് ചോദ്യങ്ങൾ. 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? ഓപ്ഷൻ ബി 1.01. മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? ഓപ്ഷൻ സി 5. 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 15. 25-ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഓപ്ഷൻ ബി 9. സ്ക്വയർ റൂട്ട് ഓഫ് 0.0049 എത്ര? ഓപ്ഷൻ സി 0.07. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? ഓപ്ഷൻ എ 40 സെക്കൻഡ്. മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര? ഓപ്ഷൻ ഡി 17. എത്ര 1/8 ചേർന്നാലാണ് 1/2 ആകുന്നത്? ഓപ്ഷൻ ഡി 4. 2 സംഖ്യകളുടെ ലസാഗുവും മുസാഖയും യഥാക്രമം 144, 24 എന്നിവയാണ്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 48. 38, 45, 207, 389 ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി 38. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര? ഓപ്ഷൻ ഡി 1. 5 സംഖ്യകളുടെ ശരാശരി 41.35 എന്ന പുതിയൊരു സംഖ്യ കൂടി ആറാമതായി ചേർന്നാൽ
പുതിയ ശരാശരി എത്ര? ഓപ്ഷൻ സി 40. 485.012 ഇൻറ്റു 100 സമം ഓപ്ഷൻ സി 48,501.2. അഞ്ചാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണും? 94ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 16. ABCDE എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത്. ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാമായിരിക്കും? ഓപ്ഷൻ എ BE. 15/18 സമം (?) 30. ഓപ്ഷൻ ഡി 25. 5 കിലോ ഗോതമ്പിന് 91 രൂപ ആകുമെങ്കിൽ 153 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? ഓപ്ഷൻ സി 10. 5 × 21 - 7 + 7 × 2 സമം ഓപ്ഷൻ ഡി 84. 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓപ്ഷൻ സി 60. 3/13 × 4/26 സമം ഓപ്ഷൻ എ 3/2. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.